ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോയ് ജോൺ, മറ്റ് അനുഗ്രഹീതരായ പാസ്റ്റേഴ്സ്, ഈ പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഡോക്ടർ ഫിന്നി, മറ്റ് കർത്തൃദാസന്മാർ, എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I extend my greetings also to the local pastor and also the guest pastors and the pastor of this church as well. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനത്തിലേക്ക് തിരിയാം. Let us utilize the time wisely, so let us turn to the word of God with a prayerful attitude. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം ഇന്ന് രാത്രിയിലെ നമ്മുടെ വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് എടുക്കാം. Let us turn to the scripture, Luke chapter 24 for this evening's meditation. Luke chapter 24. 24-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. The ending portion of that chapter, that is what I would like to read here. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേജാണ് ഇത്. This chapter narrates about the ascension of Jesus Christ. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആണ് നമ്മുടെ പ്രത്യാശ. Our hope is the resurrected Jesus Christ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. Apostle Paul writes, if Christ has not risen, your faith is in vain. നമ്മുടെ പ്രസംഗവും നമ്മുടെ വിശ്വാസവും അർത്ഥവത്താകുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോട് ബന്ധപ്പെട്ടാണ്. Our faith and teachings comes meaningful when it is come in the light of the resurrection of Christ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, Let me repeat that. നമ്മുടെ പ്രസംഗവും നമ്മുടെ വിശ്വാസവും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ കൺവെൻഷനുമെല്ലാം അർത്ഥവത്താകുന്നത് യേശുവിൻ്റെ ഉയർപ്പിനോട് ബന്ധപ്പെട്ടാണ്. Our preaching, teaching, fellowship and gathering becomes meaningful in relation to the resurrection of Jesus Christ. ലോകത്തിൽ അനേക ഗുരുക്കന്മാരും നേതാക്കന്മാരും ഉണ്ടെങ്കിലും അവർക്കാർക്കും അവകാശപ്പെടാനില്ലാത്തതാണ് ഉയർത്തെഴുന്നേൽപ്പ്. Though there are many leaders and teachers and scholars in this world, none can claim this resurrection. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മറ്റാരും അവകാശപ്പെടുന്നില്ല. None other than Christ has ever claimed about resurrection. അത്ഭുതങ്ങൾ ചെയ്ത പലരെക്കുറിച്ചും ലോകം പറയുന്നുണ്ട്. The world talks about many who have done miracles. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, അവനാണ് കർത്താവായ യേശു. But there is only one who was resurrected, that is our Christ Jesus. നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിന് മഹത്വം Let's raise കൊടുക്കുക. our hands and thank him. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ കൂടി വരുവാൻ കാരണം. The very reason we gathered over here is because he has resurrected. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അർത്ഥം വ്യക്തമാകുന്നു. If he has resurrected, if that word is a truth, that shows clearly to the meaning of his death. അവൻ ഉയർത്തു എന്നത് സത്യമാണെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അർത്ഥം വ്യക്തമാകുന്നു. If he has resurrected truly, the meaning of his death is very clear. അവൻ്റെ മരണം മാനവ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. His death was for the redemption of mankind. ആ സത്യം യേശുവിൻ്റെ ഉയർപ്പിലൂടെ തെളിയിക്കപ്പെടുന്നു. And that truth is revealed through the resurrection of Christ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ദിവസം നടന്ന ഒരു സംഭവം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. Let us meditate on an incident that happened on the day Jesus Christ resurrected. ലൂക്കോസ് 24-ന്റെ 13 മുതൽ 35 വരെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. That is Luke chapter 24 verse 13 to 15. നീണ്ട ഒരു പാരഗ്രാഫാണ്. It's a lengthy paragraph. എങ്കിലും നമുക്കിന്ന് രാത്രിയിൽ അത് ധ്യാനിക്കാം. Let us meditate that.
അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഇക്കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവെന്ന് പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്നവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്ക് ചെന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ്റെ സന്നിധിയിൽ വരുവാൻ കൃപ തന്നുകൊണ്ട് സ്തോത്രം. ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. ഏകാഗ്ര ഹൃദയവും സന്നിധി ബോധവും നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് ഒരു യാത്രയാണ്. This is a journey. 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന യാത്ര. It's a journey where 2 people are going from Jerusalem to Emmaus. 2 പേരോടുകൂടെ ആരംഭിച്ച യാത്ര 3 പേരായി തീർന്നു. The journey which began with 2 people ended up with 3. പുറപ്പെട്ടപ്പോൾ 2 പേരാണെങ്കിലും വീട്ടിലെത്തിയപ്പോൾ 3 പേരാണ്. Though when they started it was only 2 people, when they reached home it was 3. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. A string of 3 cord will never go loose. ഇതൊരു ഫാമിലി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I think this is really what happened. ഇതൊരു ഫാമിലി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I understand this is a family. അഭിപ്രായ വ്യത്യാസമുള്ള ചിലരുണ്ട്. There may be people of different opinion. ഞാൻ വിശ്വസിക്കുന്നു ഇത് ക്ലെയോപ്പാവും ഭാര്യയുമാണെന്ന്. I believe it could be Cleopa and his wife. ഏതായാലും ക്ലെയോപ്പാവാണ് ഒരു കക്ഷി. One of them is Cleopa. രണ്ടാമത്തെ ആള് മിസസ് ക്ലെയോപ്പാവാണെന്ന് ഞാൻ വിചാരിക്കാൻ കാരണം യോഹന്നാൻ 19:25. The reason I believe the other person is Mrs. Cleopa, that because John 19:5. ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? യോഹന്നാൻ 19:25 വായിക്കുന്നത്? 19:25. John chapter 19:25. അപ്പോൾ ഈ പരിസരത്ത് ക്ലെയോപ്പാവിൻ്റെ ഭാര്യ ഉണ്ട്.
So from this context, we can understand Cleopas' wife was also in that neighborhood. മാത്രമല്ല, Not only that, മറ്റുള്ളവരെക്കാൾ യേശുവിനെ സ്നേഹിച്ചിരുന്നവളാണ് അവൾ എന്നും മനസ്സിലാക്കാം. we can also understand she loved Jesus much more than other people. ക്രൂശിൻ്റെ അടുത്തോട്ട് പോകാൻ വളരെ കുറച്ച് പേരെ ധൈര്യം കാണിച്ചുള്ളൂ. അതിലൊന്ന് ഈ സഹോദരിയാണ്. Only very few people showed the boldness to approach the cross, but this lady was one among them. അപ്പോൾ നിശ്ചയമായും ഇവൾ ഒരു സാധാരണ വിശ്വാസിയല്ല എന്ന് നമുക്ക് ഊഹിക്കാം. So we can conclude that she was not an ordinary woman. അപ്പോൾ ക്ലെയോപ്പാവ് വീട്ടിലോട്ട് പോകുമ്പോൾ ഭാര്യ ഇവിടെ ഇട്ടിട്ട് പോകാൻ സാധ്യത ഇല്ലല്ലോ. There was very less chance that Cleopas would have left his wife at home. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയി. So when he returned home, he took his wife along with him. ഇവർ രണ്ടുപേരും ഒരു വീട്ടിലോട്ടാണ് കയറിയതെന്ന് വ്യക്തം. It's also true that they both entered into the same home. ഇവർ ഈ മൂന്നാമത് വഴിക്ക് വെച്ച് കിട്ടിയ ആളെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെയും വീട് ഒന്നാണെന്ന് വ്യക്തം. When they found the third person, they invited him along with the same house. So from that we conclude they both lived in the same home. കുടുംബമായിട്ടാണല്ലോ ഗസ്റ്റിനെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നത്. Usually they invite a guest as a family. ഈ കാരണങ്ങളാൽ ഇതൊരു ഫാമിലിയാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. Because of these reasons, I conclude it could be a family. അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. It is not written very clearly. പക്ഷേ അങ്ങനെ വിശ്വസിച്ചാൽ ഒരു ഗുണമുണ്ട്. But if you could believe that, there are some advantages. ഫാമിലിക്ക് പറ്റിയ കുറെ ദൂത് ഇതിൽ നിന്ന് കിട്ടും. There are certain guidance we can infer from this section. അഥവാ ഇവർ ഭാര്യയും ഭർത്താവും അല്ലെന്ന് ഓർത്ത് നമുക്ക് വലിയ ഉപദേശപരമായ പ്രശ്നമൊന്നും വരാനും പോകുന്നില്ല. Even if though they are not husband and wife, there are not doctrinal contradictions. ഏതായാലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ വീട്ടിൽ നിന്നാണല്ലോ വന്നത്. Most of you who have come here, you have come from your home. മിക്കവാറും ഫാമിലി ആയിട്ടുമാണല്ലോ വന്നത്. And most of you have come with your family. വീട്ടിലോട്ടാണല്ലോ പോകുന്നത്. And you return back to your home. അതുകൊണ്ട് ഇച്ചിരി വീട്ടുകാര്യം നമുക്ക് ചിന്തിക്കാം. So let us talk some family matters. ഇത് രണ്ടു പേരോടുകൂടി ആരംഭിച്ച് 3 പേരോടുകൂടെ വീട്ടിലെത്തിയ ഒരു യാത്രയാണ്. This is a journey which started with 2 people but ended with 3 people. ഇന്ന് രാത്രി ഇവിടെയുള്ള കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, 2 പേരോടുകൂടെ നിങ്ങൾ ആരംഭിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 2 പേരോടുകൂടെ ആ യാത്ര വിജയിക്കുകയില്ല. Let me say that though you started your family life with 2 people, but it should not be concluded with just 2, then it won't be a success. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. Regarding family life, it is mentioned a 3-stringed cord will never lose its strength. ഏതാണ് മുപ്പിരിച്ചരട്? What is this 3-corded string? ഭാര്യയും ഭർത്താവും കൂട്ടത്തിൽ യേശുവും. Husband, wife, and Lord Jesus. അങ്ങനെ ഒരുമിച്ച് പണിതാൽ അത് അറ്റുപോകയില്ല. And if it were built like that, it will never lose its strength. അറ്റുപോകാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We live in a place in an earth where things could be shattered soon. കുടുംബ ബന്ധങ്ങളെ തകർത്തു കളയുന്ന ശക്തമായ പോരിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. We live in a place where the powers of darkness are disintegrating the family life. ആകയാൽ നിങ്ങളുടെ കുടുംബത്തിൽ യേശു ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. So make sure that Lord Jesus lives in your family life. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. By yourself alone, don't try to lead this life. യേശുവിനോട് കൂടെ പോകുവാൻ ഒരുങ്ങുക. Be prepared to walk along with Christ Jesus. ഈ യാത്രയെക്കുറിച്ച് ഞാൻ 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്തത് പറയാം. Let me mention a few things which I noted from this journey. ഇത് 2 പേര് കൂടി ആരംഭിച്ച് 3 പേരായി തീർന്ന യാത്രയാണ്. It's a journey which started with 2 people but ended with 3. ഇത് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്രയാണ്. This journey started from the city and it's ending in a village. ഇത് തർക്കിച്ചും വാദിച്ചും കൊണ്ടുള്ള ഒരു യാത്രയാണ്. This is a journey with continuous argument and debate. വാടിയ മുഖത്തോടുകൂടിയുള്ള ഒരു യാത്രയാണ്. This is a journey with face cast down. നിരാശയോടുകൂടിയ ഒരു യാത്രയാണ്. This is a journey with disappointment. വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്തൊരു യാത്രയാണ്. And also this journey does not have clear convictions or goals. എന്നാൽ But തിരിച്ച് അവർ വീണ്ടും ഒരു യാത്ര പുറപ്പെട്ടു. at the end they started a return journey. അത് ലക്ഷ്യബോധത്തോടുകൂടിയായി. That was with a goal and a purpose. എന്താണ് കാരണം? What was the reason? വഴിയിൽ ഒരാളെ അവർക്ക് കിട്ടി. Because they found one person on the way. വഴിയിൽ ഒരാളെ അവർക്ക് കിട്ടി. They found one person on the way. ആ ആള് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. That person transformed their lives. ആ ആള് അവരുടെ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകി. That person gave purpose for their lives.
അവരന്ന് രാത്രി തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. That very night itself they decided to return back. യേശു ആണ് ആ മൂന്നാമൻ. Jesus Christ is that third person. യേശു ആണ് ആ മൂന്നാമൻ. Jesus Christ is that third person. യേശുവാണ് കുടുംബജീവിതത്തിൽ വരേണ്ട മൂന്നാമൻ. Jesus Christ is a person, the third person who has to come to the family life. അവൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറിയാൽ, അവൻ നമ്മുടെ ജീവിതയാത്രയിൽ വന്ന് കയറിയാൽ നിങ്ങളുടെ ജീവിതം ലക്ഷ്യമുള്ളതായി തീരും. Once he comes into your family life, your life will become purpose oriented. ഈ കൺവെൻഷനിൽ വന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതയാത്ര കൃത്യമായ ലക്ഷ്യമുള്ളതാണോ? Dear brothers and sisters who have come to this gathering, is your life going with a purpose? വളരെ കൃത്യമായ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടോ? Do you have a clear purpose in your life? നിങ്ങൾ എവിടേക്കാ പോകുന്നേ? Where are you traveling to? നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ? Where are you coming from? നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്? Where is your destination? നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ടോ? Do you have a clear goal in your life? ഇല്ല എങ്കിൽ If not, യേശുവിനെ നിങ്ങളുടെ ജീവിതയാത്രയിലേക്ക് ക്ഷണിക്കുക. if not, invite Christ Jesus into your personal life. വാക്യം 29-ൽ In verse 29, ഇങ്ങനെ വായിക്കുന്നു, we read like this. ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ അവർ നിർബന്ധിച്ചു. But they urged him strongly, stay with us, for it is late in the evening. ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് പറഞ്ഞവർ യേശുവിനെ നിർബന്ധിച്ചു. They urged him to stay with him that evening. വെളിപ്പാട് പുസ്തകം 3:20 ഇങ്ങനെ വായിക്കുന്നു, In Revelations 3:20 we read like this. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, I stand at the door and knock. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. I stand at the door and knock, and if anyone opens, I will enter in and will have supper with him. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ളവനാണ്. Jesus really likes to come into our lives. യേശു നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ മനസ്സുള്ളവനാണ്. Jesus likes to come into our family life. നാം അവനെ വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ മനസ്സുള്ളവരാണോ? We truly have the desire to receive him into our നാം lives. അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ മനസ്സുള്ളവരാണോ? Do we have the desire and willingness to join him into our lives? അവനോടൊപ്പം നടക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? Do we have the desire to walk along with him? ഇന്ന് രാത്രിയിൽ വളരെ സിമ്പിളായി ഞാൻ ചോദിക്കുന്നു, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിർബന്ധിക്കുമോ? I plainly ask you this evening, would you urge Jesus into your life? എങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതായി തീരും. Then your life will become meaningful. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. All your losses will be counted gain. അവരേത് വഴിയിലൂടെ നിരാശപ്പെട്ട് നടന്നോ അതേ വഴിയിലൂടെ അവർ പ്രത്യാശയോടെ മടങ്ങി വന്നു. The very path through which they walked with disappointment, they returned with rejoicing. ഏത് റോഡിലൂടെ അവർ തർക്കിച്ചു കൊണ്ടുപോയോ അതേ റോഡിലൂടെ അവർ തുള്ളിച്ചാടിക്കൊണ്ട് തിരിച്ചു വന്നു. The very road which they argued and debated, they came back rejoicing and praising. ഏത് റോഡിലൂടെ വാടിയ മുഖത്തോടെ അവർ പോയോ അതേ റോഡിലൂടെ അവർ പാടുന്ന മുഖത്തോടെ തിരിച്ചു വന്നു. Very road which they traveled with cast down faces, they came back with happy and rejoicing. എന്താണ് ഈ വ്യത്യാസം വരുത്തിയത്? What was the reason that brought this joy? യേശു. Christ Jesus. യേശു. That is Christ Jesus. യേശു. That is Christ Jesus. യേശുവിന്റെ സാന്നിധ്യം ഒരു മനുഷ്യനിൽ വരുത്തുന്ന മാറ്റം എത്ര ഭയങ്കരമാ! What powerful is the transformation that brings in the person's life when Christ comes. എത്ര ദൂരമുണ്ടായിരുന്നു ഈ യാത്ര? How far is this journey? 11 കിലോമീറ്റർ. It's only 11 kilometers. 11 കിലോമീറ്റർ നടന്നു പോയ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? How many of you are here who have walked almost 11 kilometers and come here? 11 കിലോമീറ്റർ നടന്നിട്ടുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? How many of you are here who walked at least 11 kilometers? ഉണ്ട്, കുറച്ച് പേരുണ്ട്. There are a few. ഇവരുടെ കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റുകയില്ല. Once this generation passes, I don't think there will be any who will have that experience. Praise the Lord. 11 കിലോമീറ്റർ നടക്കാൻ എത്ര സമയം എടുക്കും? How long it may take approximately to travel that 11 kilometers? എത്രയെങ്കിലും ആട്ടെ, ഓരോരുത്തർക്കും ഓരോ സമയം. It vary for each one. 11 കിലോമീറ്റർ നടന്ന് രാത്രി വീട്ടിലെത്തിയ അവർ അന്ന് തന്നെ തിരിച്ചുപോയി. After traveling 11 kilometers, they reached home that evening, and the very evening they returned back. അപ്പോൾ 22 കിലോമീറ്റർ ആയി. So totaling 22 kilometers. ഞാൻ ചോദിക്കുന്നു, അങ്ങോട്ട് പോയതിനേക്കാൾ ആരോഗ്യം കൂടുമോ ഇങ്ങോട്ട് വരുമ്പോൾ? I just want to ask you, will they be more energetic on their return journey? ഒരിക്കലും ഇല്ല. Definitely no. അവർ ടയർഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. They are tired.
പക്ഷെ അങ്ങോട്ട് പോയതിനേക്കാൾ ഉന്മേഷത്തോടെ, അങ്ങോട്ട് പോയതിനേക്കാൾ ആരോഗ്യത്തോടെ, അങ്ങോട്ട് പോയതിനേക്കാൾ സന്തോഷത്തോടെ അവർ തിരിച്ചു വന്നു. But with greater joy and enthusiasm and energetically they returned back. എന്താണ് ഈ മാറ്റത്തിന്റെ രഹസ്യം? What is the reason behind this change? യേശു. That is Christ Jesus. യേശു. That is Christ Jesus. യേശു. That is Christ Jesus. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകും. യേശുവുമായി തിരിച്ചു പോയാൽ you will go back with greater joy and encouragement if you have Christ Jesus with you on your return journey. Hallelujah! Praise the Lord. ഇനി അല്പം ഡീപ്പായ ഒരു സത്യം നിങ്ങളോട് പങ്കിടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I want to share a deeper thought. അങ്ങോട്ട് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ യേശു കൂടെ ഉണ്ടായിരുന്നത്. On their forward journey Jesus was with them. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? How many of you understand that? പക്ഷെ അന്നേരം അവരത് എൻജോയ് ചെയ്തില്ല. But they couldn't enjoy that journey. ഇങ്ങോട്ട് വന്നപ്പോൾ യേശു കൂടെ ഇല്ല. On their return journey Christ was not with them. എന്താ ഇതിനകത്തെ മെസ്സേജ്? What is the message in this? വാസ്തവത്തിൽ യേശു എപ്പോഴും കൂടെ ഉണ്ട്. In reality Christ is with us always. പക്ഷെ നമ്മളത് ആസ്വദിക്കുന്നില്ല. Many a times we are not enjoying it. നമ്മളത് അനുഭവിക്കുന്നില്ല. We are not experiencing it. നമ്മളത് എൻജോയ് ചെയ്യുന്നില്ല. We are not really enjoying that. അതാ നമ്മുടെ പ്രശ്നം. That is our problem. അതാ നമ്മുടെ പ്രശ്നം. That is our problem. ഹല്ലേലൂയ. Amen. യേശു ഇല്ലാത്ത സ്ഥലമുണ്ടോ? Is there a place where Christ is not there? യേശു ഇല്ലാത്ത സമയമുണ്ടോ? Is there a time where he is not there? പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നവരുടെ കൂടെ കർത്താവില്ലേ? So if at all is it possible that someone has saved and Christ is not with them? നമ്മളത് ആസ്വദിക്കുന്നുണ്ടോ? But do we really enjoy that? അങ്ങോട്ട് പോയപ്പോൾ യേശു കൂടെ ഉണ്ട്. On their forward journey Christ was with them. എൻജോയ് ചെയ്തിട്ടില്ല. They didn't enjoy. തിരിച്ചു വന്നപ്പോൾ യേശു കൂടെ ഇല്ല. On their return journey Christ was not with them. പക്ഷേ യേശു അകത്തുണ്ട്. But Christ is inside them. യേശുവിന്റെ വചനകത്തുണ്ട്. The word of God is inside. യേശുവിന്റെ വചനമകത്തുണ്ട്. The word of God is inside. ഇന്ന് രാത്രി വചനം മതി. That is the word of God. That is what we need. വചനമകത്ത് കയറിയാൽ ക്ഷീണം മാറും. If the word of God comes in, your tiredness will be swept away. വചനമകത്ത് കയറിയാൽ കെട്ടുകൾ അഴിയും. If the word of God comes in, the bondages will be broken. വചനമകത്ത് കയറിയാൽ പ്രത്യാശ ഉണ്ടാകും. If the word of God comes in there, then there will be the hope. വചനമകത്ത് കയറിയാൽ ധൈര്യം വർദ്ധിക്കും. Then there will be boldness. തർക്കം മാറും. The debates will go off. വാടിയ മുഖം മാറും. Cast down faces will go away. സന്തോഷമുള്ള മുഖം ഉണ്ടാവും. There will be joy and gladness. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Praise you. ഹല്ലേലൂയ. Amen. അവരുടെ യാത്രയെ വ്യത്യസ്തമാക്കിയത് യേശുവിന്റെ സാന്നിധ്യമാണ്. It is the presence of Christ Jesus that changed that journey's face. യേശു കൂടെ ഉണ്ട് എന്നത് നമ്മൾ റിയലൈസ് ചെയ്യണം. We need to realize that Christ is with us. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. We need to experience his presence in our lives. ദൈവ സാന്നിധ്യം അനുഭവിക്കണം. We need to experience the presence of Lord in our lives. അതാണ് ക്രിസ്തീയ ജീവിതം. That is the Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. That is the Christian life. അതിനുവേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you desire for that kind of a life? ഹല്ലേലൂയ. നമുക്ക് ഈ യാത്രയിലൂടെ വചനധ്യാനത്തിനായിട്ട് ഇറങ്ങിപ്പോകാം. Let us go deeper into the scripture. വാക്യം 13 നോക്കുക. Let us turn to verse 13. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. നോക്കൂ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വാടിയ മുഖം. There are a couple of points to ponder. Their faces were cast down. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരുന്നു. They were talking and discussing. എന്നോട് ചിലർ സംശയം ചോദിച്ചു, പാസ്റ്ററെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണാകാൻ സാധ്യതയില്ല, കാരണം വഴി നീളെ തർക്കിച്ചുകൊണ്ടാണല്ലോ പോണേ. Many people ask me, it could not be husband and wife because all along they are discussing and talking. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് നിർത്തി ചിന്തിച്ചേ, വീട്ടിൽ തർക്കമുണ്ടോ? Just pause for a moment and think, isn't there discussions and debates in the family? ഉണ്ട്. Oh, they said, yeah. ഇല്ലാത്തത് ഏത് വീട്ടിലാന്ന് ഞാൻ പറയാം. I can tell you where it is not there. ഭർത്താവ് ദുബായിലും ഭാര്യ കാനഡയിലും. If the husbands and wife are in 2 different places, then that problem won't happen. അവിടെ നോ തർക്കം. There is no debate there. ഒരുമിച്ചാണേ തർക്കമുണ്ട്. If they are together, then it will be discussions and debates. ഞങ്ങളുടെ വീട്ടിൽ തർക്കമുണ്ട് കേട്ടോ. In pastor's house there is debates. പക്ഷെ വഴക്കില്ല. But there is no quarrel. ആരും ഇന്നുവരെ ഇടപെടേണ്ടി വന്നിട്ടില്ല. So far nobody had to interfere.
തർക്കമുണ്ടോ? കാരണം അഭിപ്രായ വ്യത്യാസം ഉള്ളതിന് അഭിപ്രായം ഉള്ളതുകൊണ്ട്. There is difference of opinion because there is opinion. എൻ്റെ ഭാര്യയ്ക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ ആക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല. If the spouse doesn't have the freedom to share the opinion, there won't be a difference of opinion. അപ്പോൾ തർക്കം ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്താവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. So in my opinion, the most differences in understanding could be between the spouse. അപ്പോൾ ഈ തർക്കം കാണുമ്പോൾ മനസ്സിലാക്കിയോളൂ ഇത് കുടുംബം തന്നെയാണ്. Because of the disagreement, we can conclude it could be the family. എന്താ ഈ തർക്കിക്കാനുള്ള ഇതിനകത്ത്? What is the point they are discussing and talking? ഇവർക്കിതിനകത്ത് ഒരു തർക്കം വരാൻ എന്താണ് ഉള്ളത്? What is the matter that is causing the disagreement? അന്ന് അവിടെ ഒരു തർക്കമുണ്ട്. There is a disagreement at that time. എന്താണ് ആ തർക്കം? What is that? യേശു ഉയർത്തതാണോ ഡെഡ് ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ? Did Jesus really resurrect or the dead body was stolen? ഇതാണ് അവിടുത്തെ തർക്കം. That is a point of disagreement. യേശുവിൻ്റെ ശരീരം കട്ടുകൊണ്ട് പോയതാണെന്ന് ഒരു ഇന്റർനാഷണൽ നുണ ബുദ്ധിമാന്മാർ കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ട്. It was portrayed all around a lie that Christ Jesus' dead body was stolen away. ആ നുണ അങ്ങ് പ്രചരിച്ചു. It was everyone came to know about that lie. പക്ഷേ യേശു ഉയർത്തതാ. But the truth is, Jesus was resurrected. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇത് തർക്കിക്കുന്നത് എന്താ? But why are these two discussing this? എൻ്റെ ബലമായ വിശ്വാസം ഈ സഹോദരിക്ക് നല്ല ഉറപ്പുണ്ട് യേശു ഉയർത്തതാണെന്ന്. My strong opinion is the wife had a sure confidence that Jesus Christ resurrected. പുള്ളിക്കാരൻ കുറച്ചുകൂടെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. എവിഡൻസ് ഇല്ലെങ്കിൽ അംഗീകരിക്കില്ല. Without evidence, the husband doesn't want to agree that. സഹോദരി എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് സ്തോത്രം ചെയ്ത് അങ്ങ് വിശ്വസിച്ചോളും. The wife, she will agree very easily. പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കായിരുന്നു. The husband said, no, I can't agree that. എന്നാലും പുള്ളി നല്ലവനാകട്ടോ. But he is an honest man. പുള്ളിക്കാരത്തി ക്രൂശിൻ്റെ അടുത്ത് പോയി നിന്നേച്ച് വരുന്നവരെ പുള്ളി വെയിറ്റ് ചെയ്തല്ലോ. We can see that he waited for his wife until she returns from the cross. അങ്ങനെയുള്ള നല്ല മനുഷ്യർ ഞങ്ങളുടെ ആ ഭാഗത്തുണ്ട്, പിറവത്തുണ്ട്. Near Puram, there are so good people like that. ഭാര്യ യോഗത്തിന് കൊണ്ടുവിടും. Husbands will take the wife to the meeting. 1 മണിയാകുമ്പോൾ തിരിച്ചു വന്നു കൊണ്ടുപോകും. At 1 o'clock, he'll come back and take the wife back. വളരെ ഡീസൻ്റ് ആട്ടോ. It's very decent. പുള്ളിക്ക് അത് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. Only thing is, he is not really convinced into going into the meeting. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നു ഉയർത്തതാ. So the wife is telling he's resurrected. പുള്ളി പറയുന്നത് എനിക്കത് അത്രയും അങ്ങോട്ട് ബോധ്യം വരുന്നില്ല. The husband is telling, I'm not fully convinced. ഇത് പറഞ്ഞ് തർക്കിക്കുക. They are discussing this again and again and debating. ഇങ്ങനെ തർക്കം മോന്തപ്പോഴാണ് യേശു ഇടയ്ക്ക് കയറിയത്. When this argument got heated up, that is when we see Christ Jesus entering into the discussion. സ്തോത്രം. Amen. രണ്ടാമത്തെ സംശയം ഈ ഭാഗത്തുള്ളത്, The second doubt, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. വാക്യം 16. in verse 16 there we can see, they were kept from recognizing him. എനിക്കത് ഭയങ്കര വിഷമായി പോയി അത് വായിച്ചപ്പോൾ. I felt so sad when I read this. കർത്താവ് ഒരു ചെറിയ ചതിയല്ലേ ചെയ്തേ? Didn't Jesus play a kind of a trickery there? കർത്താവാണെന്ന് മനസ്സിലാക്കാത്ത പോലെ കർത്താവ് അവിടെ നിന്നു. Jesus acted as if they won't understand that it was Jesus. അതെന്തിനാ അങ്ങനെ ചെയ്തേ? What could be the reason he did that way? എനിക്ക് മനസ്സിലായി. I didn't understand. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എൻ്റെ കാരണം. He understood very clearly what was the reason. കർത്താവാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്ലോറി എന്ന് പറയില്ലേ? Oh, if you really understand it is Christ Jesus, then we'll really start praising him. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, രക്തത്താൽ ജയമെന്ന് പറയില്ലേ? We'll start praising him very powerfully. അതായത് നമ്മുടെ ഒറിജിനൽ ഭാഷ വെളിപ്പെടണമെങ്കിൽ കർത്താവാണെന്ന് അറിയരുത്. So if our original, the true language need to be revealed, then our eyes should be blinded that we won't recognize it as Christ Jesus. നമുക്ക് ഈ ചർച്ച് വരുമ്പോൾ ഒരു ഭാഷയുണ്ടല്ലോ. When we come to the church, we have a different language. അത് ചർച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? Is it possible to continue in that same tone and same language once you go out of this building? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സാധാരണ എന്ന ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ പുറകെ വന്നത്. So Jesus wanted to really feel what kind of language these two are talking. That is why he went along. ഭാര്യയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? He wanted to know how he communed with his wife. ഭർത്താവിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? How the wife responds back. മക്കളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? How both will be talking to their children. ഇതൊക്കെ ഒന്ന് കേൾക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. So Christ really wanted to hear that conversation. നമ്മൾ ഈ ചർച്ചിൽ വരുമ്പോൾ ഉള്ള ഭാഷ കർത്താവിന് സ്ഥിരം കേട്ട് പരിചയമുള്ളതാണ്. Christ knows very familiar with the wording we use at the church. എന്നാൽ ചർച്ചിലില്ലാത്തപ്പോഴുള്ള ഭാഷയാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. When you are outside of this building place, what the language we use, that reveals our true identity. ചർച്ചിലുള്ള ഭാഷ എന്ന് പറയുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. The language that we use here is an adjusted language. എന്നാൽ ചർച്ചിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞുള്ള ഭാഷയാണ് ഒറിജിനൽ ഭാഷ. The genuine language comes out when we are outside of this place. അതിൽ നിന്നാണ് ഈ ആളാരാന്ന് പിടികിട്ടുന്നത്.
Through that conversation, we can truly identify the nature of the person. കർത്താവ് അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. Christ started intervening in this conversation. കുടുംബജീവിതത്തിൽ തർക്കങ്ങളുണ്ടാകും. In the family life, there could be disputes. എന്നാൽ അതിൽ ഇടപെടുവാൻ യേശുവിനെ അനുവദിക്കുക. But allow Christ Jesus to intervene. അതിൽ ഇടപെടുവാൻ യേശുവിനെ അനുവദിക്കുക. Allow Christ Jesus to intervene in those disputes. അവൻ അതിന് പരിഹാരമുണ്ടാക്കും. He will bring to a consolation to those issues. അവൻ അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. He intervened in those issues. അവൻ അത് തീരുവോളം അവരുടെ കൂടെ നിന്നു. Until that issue is resolved, he went along with them. അവൻ അവരുടെ കൂടെ നടന്നു. He went and walked along with them. യേശു അവരുടെ കൂടെ നടന്നു. Jesus walked along with them. Praise the Lord. Amen. അതെ, അവർ നടന്നു പോകുക ആയതുകൊണ്ട് യേശു നടന്നുപോയി. Since they were walking along, Jesus also walked along with them. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെയായി. Because the children are with flesh and blood, he also took the very likeness. അവർ നടക്കുകയായതുകൊണ്ട് അവനും നടന്നു. Because the children are walking, he also walked along with them. വെറും 2 പേർക്ക് വേണ്ടി. Just for 2 people, he started walking. ശമരിയായിലെ കിണറിന്റെ കരയിൽ ഒരാൾക്ക് വേണ്ടി യേശു മണിക്കൂറുകൾ ചെലവഴിച്ചു. At the well in Samaria, Jesus spent hours for just one person. സക്കായി എന്ന ഒരു മനുഷ്യന് വേണ്ടി യേശു ഒരു രാത്രി ചെലവഴിച്ചു. Just for Zacchaeus, he spent one night just for one person. ക്ലയോപ്പാവിന്റെ ഫാമിലിക്ക് വേണ്ടി യേശു 11 കിലോമീറ്റർ നടന്നു. For Cleopas' wife, Jesus walked for 11 kilometers. ഇന്ന് രാത്രി നീ ഒരു വ്യക്തിക്ക് വേണ്ടി, നിന്റെ ഒരൊറ്റ കുടുംബത്തിന് വേണ്ടി അവൻ അനേകം മണിക്കൂറുകൾ ചെലവഴിക്കാൻ തയ്യാറുള്ളവനാണ്. He is willing to spend hours for you, for your family, for you individual. മറ്റാർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. Not for anybody else, but for you alone. എല്ലാവർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. Not for everyone, but for each one of us. എല്ലാവർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. Not for everybody, but for me. എൻ്റെ കുടുംബത്തിന് വേണ്ടി. For my family. അവൻ സമയം ചെലവഴിക്കുന്നവനാണ്. He spends time for me. ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ തകർച്ച മാറ്റാൻ യേശു കൂടെ വന്നു. This is a family. To remove the disintegration, he came into their life. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. I thought like this. യേശു ആ യാത്രയിൽ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു ഡിവോഴ്സിൽ ചെന്ന് തീരുമായിരുന്നോ? Probably if Jesus Christ has not entered into the journey, this journey would have ended up in a divorce. വളരെ ചെറിയ തർക്കങ്ങളാണ് കോടതിയിലേക്ക് പിന്നീട് പോണം. Small disagreements lead to big disputes and into judicial court. ഒരു സോറി കൊണ്ട് തീരേണ്ട കാര്യമാണ് സുപ്രീം കോടതിയിൽ പോയി കിടക്കുന്നത്. With one apology, things need to be resolved. That is what ended up in the court. ഒരാൾ ഒരു നഷ്ടം സഹിച്ചാൽ തീരുന്ന വിഷയമാണ് കോടതികളിലേക്ക് കൊണ്ടുപോകുന്നത്. Most of the issues that are taken up into the court are, if one person is willing to suffer the loss, it could be resolved. ഒരാളുടെ ദുരഭിമാനം ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ തീരുന്ന വിഷയമാണ് പോലീസിന് വിട്ടുകൊടുത്തത്. Because of the pride, that is why all these issues are coming up and going to the court. ഈ തർക്കം മുന്നോട്ട് പോയാൽ വഷളാകും. If this disagreement continues, it could be unpleasant. യേശു ഇടയിൽ വന്നതുകൊണ്ട് തർക്കം അവസാനിച്ചു. Because Christ Jesus intervened, the dispute is resolved. ഇന്ന് രാത്രി ഞാൻ കുടുംബങ്ങളോട് പറയുന്നു, യേശുവില്ലാത്ത ഒരു രാത്രി നിങ്ങൾക്ക് ഉണ്ടാകരുത്. Let me say to you families that let there be no nights where Christ is not with you. യേശുവില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകരുത്. Let there be no day when Christ is not with you. വേറെ എന്തുണ്ടെങ്കിലും പ്രയോജനമില്ല. It doesn't matter what else you have. യേശുവില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകരുത്. Let there be no nights or day when Christ is not with you. അവന്റെ സാന്നിധ്യം നിങ്ങൾ റിയലൈസ് ചെയ്യാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകരുത്. And there should be no day when you don't realize and experience his presence. എനിക്ക് ഇതൊക്കെ കുറച്ചുകൂടെ വിശദമാക്കണമെന്നുണ്ട്. I really want to explain it all the more. ഒരു ചടങ്ങ് പ്രാർത്ഥനയോ, Because of a ceremonial prayer, ഒരു ചടങ്ങ് ബൈബിൾ വായനയോ, or a ceremonial Bible reading, ഒരു ചടങ്ങ് സഭാബന്ധമോ അല്ല. not a religious experience that we get in a Sunday meeting. യേശുവിനെ അനുഭവിക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ നമുക്ക്. Let our days be the days where we truly experience Christ Jesus. യേശുവിനെ കാണുന്ന ദിവസങ്ങളായിരിക്കട്ടെ. Let this be the days where we really see him. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്ന ദിനങ്ങളായി Let തീരട്ടെ. the days of your family life be those days when you really experience his presence. അങ്ങനെ ചെയ്താൽ ആ ജീവിതം ആനന്ദമുള്ളതായിരിക്കും. And if you could do that, then your life will be meaningful and അങ്ങനെ joyful. ചെയ്താൽ ആ ജീവിതത്തിലെ കയ്പ് മധുരമായി തീരും. And if you could do that, then the bitterness will be changed to sweetness. ഏതു പ്രശ്നവും പരിഹരിക്കാം. It could resolve any issues. ഏതു വാതിലും തുറക്കാം. Any door could be opened. ഏത് കെട്ടുവഴിക്കാം. Any bondages could be broken. യേശുവിന്റെ സാന്നിധ്യം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ. If Christ's presence is there in your home, തിരമാലയെ അവൻ ശാസിക്കും. he may cast you. കാറ്റിനെ അവൻ അടക്കും. He could cast the storm. ശാന്ത തുറമുഖത്ത് അവൻ എത്തിക്കും. He will take you to the shore of peace. ഇന്ന് രാത്രി സ്വയം ശോധന ചെയ്യൂ. യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ ഈ ആഴ്ചയിൽ അനുഭവിച്ചിട്ടുണ്ടോ?
Could you please examine yourself and see, did you really experience His presence in your നിങ്ങളുടെ life? കുടുംബജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? In your personal life, in your family life, are you experiencing His presence? ആമേൻ. Amen. സത്യസന്ധമായി നമ്മെ പരിശോധിക്കുകയും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയും ചെയ്യാം. Let us examine ourselves honestly and move to the next phase. ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല, What we need is not a ceremonial prayer. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ആ കൊച്ചു വീട്ടിൽ ആ മുറിക്കകത്ത് അനുഭവിക്കുന്ന അളവിൽ ജീവിക്കുക. Try to live a life when you could experience the presence of Christ Jesus in your life. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. Let's move to the next phase. യേശു അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. Jesus intervened in their issue. യേശു ചോദിച്ചു, എന്താ നിങ്ങൾ തർക്കിക്കുന്നത്? Jesus asked, what are you discussing together? അവർ പറഞ്ഞു, നീ ഇതെന്ന് പറഞ്ഞില്ലേ? You didn't know any of these things? യേശു ചോദിച്ചു, ഏത് വിഷയം? Jesus asked, what matter? യേശു എന്നൊരാളെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? Haven't you heard about the person Christ Jesus? യേശു പറഞ്ഞ, കേട്ടിട്ടുണ്ട്. Yeah, I heard about him. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? What is so special about him? യേശു ചോദിക്കുക. Jesus is asking these questions. അവർ പറയാണ്, യേശു ഇവിടെ കുറെ നന്മയൊക്കെ ചെയ്തു എന്നാ എല്ലാവരുടെ കൂടി ക്രൂശിച്ചോ? So they replied back, he did many good things at the end. They crucified him. അത് ശരി. Then Jesus said, oh, did they crucify? എന്നിട്ട് എന്ത് സംഭവിച്ചു? Then what happened? എന്നിട്ട് ആ ജോസഫിന്റെ കല്ലറയിൽ അടക്കി. Then they buried him in the Joseph's tomb. എന്നിട്ട് എന്ത് സംഭവിച്ചു? Then what happened? എന്നിട്ട് ഉയർത്തെന്ന് ചിലരും ഉയർത്തില്ലെന്ന് ചിലരും. Some say he has resurrected, some say not. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് സ്ത്രീകൾ കല്ലറയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ ഒന്ന് പുള്ളിയുടെ ഭാര്യ. Some of our women, including his wife, they went to the cross. അവർ കല്ലറയ്ക്ക് പോയി. They went to the tomb. അവിടെ ചെന്നപ്പം ദൂതന്മാരെ കണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു. ആകെ ഒരു കൺഫ്യൂഷൻ. There's a lot of confusion because some say they saw some angels, so it's not clear. യേശു ചോദിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചു? Then what happened? ഞങ്ങളിപ്പോൾ ആകെ കുഴഞ്ഞിപ്പോൾ വീട്ടിൽ പോവുക. We are all confused now, we are going home. 25ാമത്തെ വാക്യത്തിലേക്ക് നോക്കൂ. Let's turn to verse 25. അവൻ അവരോട്, He said to them, അയ്യോ ബുദ്ധിഹീനരേ, O you of evil heart, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, how foolish are you who are slow to heart, who do not believe everything the prophets have spoken. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? Do not Christ have to suffer these things and then enter his glory? ഇതാരാ പറയുന്നേ? You know who is saying this? ക്രിസ്തുവാ പറയുന്നേ. Christ himself is saying it. ക്രിസ്തു അവരെ രണ്ട് കഠിന പദങ്ങളിലാണ് വിളിച്ചത്. Jesus addressed them with two harsh words. ഒന്ന് ബുദ്ധിഹീനരെ, One is, how foolish are you? രണ്ട് മന്ദബുദ്ധികൾ. And slow of heart. അങ്ങനെ ഇപ്പം ഞങ്ങളൊക്കെ വിളിച്ച ആളുകൾ പിന്നെ യോഗത്തിന് വരുമോ? And if at all we were to address that, then do you think people will come for more? അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നില്ല, വായിച്ച് കേൾപ്പിക്കുന്നേ ഉള്ളൂ. So we are not calling, we just read it out. വഴിക്ക് വെച്ച് പരിചയപ്പെട്ട ആളാ. He just accosted to them on the way. ഇപ്പൊ കേറി അങ്ങ് വഴക്കുണ്ടാക്കുക. He just getting in and bombarding and getting fight. ചുമ്മാ റോഡിൽ വെച്ച് കാണുന്ന ഒരാളും ഫൂളിഷ് എന്നൊക്കെ വിളിച്ചാൽ നമ്മൾ വിടുവോ? If at all you meet someone on the road and talk in this kind of language, you think you leave him alone? സ്തോത്രം. അപ്പൊ വിശ്വാസികളുടെ കൂട്ടത്തിൽ മന്ദബുദ്ധികളുണ്ട്. So one thing is clear, among the believers there are people who are slow in heart. ഇവര് വിശ്വാസി മാത്രമല്ല, ഏറെക്കുറെ ശുശ്രൂഷയിലുള്ളവരാന്ന് തോന്നുന്നു. Not only they are believers, they are also in the ministry. ഇപ്പൊ ബുദ്ധിഹീനരും മന്ദബുദ്ധികളുമായവർ ആത്മീയത്തിലുണ്ട്. So there are people who are foolish and also slow of heart within the ministry. നമ്മളാരുമല്ല, None of us. ഉണ്ട്. There are. നമ്മളിതെല്ലാം ധ്യാനിച്ചു വരുമ്പോൾ നമ്മളാണെന്ന് തോന്നിയാൽ വിഷമിക്കുകയും ചെയ്യരുത്. And while studying all this, if you identify yourself to this, don't be upset. എന്താണ് മന്ദബുദ്ധികൾ? Who is this people of slow heart? ആത്മീയ മന്ദബുദ്ധികൾ അഥവാ ആത്മീയ ബുദ്ധിഹീനർ അവരാരാണ്? Who are these people who are spiritually slow of heart? അവിടെ തന്നെ സൂക്ഷിച്ചാൽ മനസ്സിലാവും. If you could look carefully, then you could understand. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്തവരാണ് മന്ദബുദ്ധികൾ. These are the people who do not believe everything which the prophets have spoken. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കുറച്ചൊക്കെ വിശ്വസിക്കുന്നവരാണ്. Whatever the prophets have said, some of those things these people believe, എല്ലാം വിശ്വസിക്കുകയില്ല. but not all. ഒന്നുകൂടെ ഞാൻ പറയാം. Let me say that again. ബൈബിളിലെ കുറെ വാക്യമൊക്കെ വിശ്വസിക്കും. They believe a portion of the Bible, എല്ലാം വിശ്വസിക്കുകയില്ല. but not all. സ്തോത്രം. ഞാൻ അതിനകത്ത് ഉദാഹരണമായിട്ട് ഒരു വാക്യം കാണിക്കാം. Let me show you an example. എബ്രായ ലേഖനം
Book of Hebrews, 13-ാം അധ്യായം chapter 13, 5-ാം വാക്യം verse 5. Hebrews 13:5. ശ്രദ്ധിച്ച് കേൾക്കുക. Read there. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, Keep your lives free from love of money ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. and be content with what you have. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും. Never will I leave you, never forsake you. ശ്രദ്ധിച്ച് കേൾക്കുക. Pay careful attention. നമ്മൾ ഈ വാക്യ ബോർഡ് മേടിക്കാൻ കിട്ടുമല്ലോ, We can get this words written boards. അതിനകത്ത് ഈ വാക്യത്തിന്റെ താഴത്തെ മാത്രമേ ഉള്ളൂ. Only the lower section is written in those boards. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. Never will I leave you, never will I forsake you. മുകളിലത്തെയും കൂടെ ഉള്ള വാക്യ ബോർഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you ever seen any board which has even the upper sections? അത് കാര്യമില്ല. They won't put that. അവർ മനഃപൂർവ്വം അല്ല, അതും കൂടെ വെച്ചാൽ ആരും മേടിക്കുക. They are not putting it intentionally, because if they put, nobody will buy the board. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. Never will I leave you, nor forsake you. എന്നാ നല്ല വാക്യം. What a beautiful verse that it is. പക്ഷെ അതിന്റെ മുകളിലൊരു സാധനമുണ്ട്. But there is a clause about that. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തായിരിക്കും. Let your lives be free of the lust of money. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. Be content with what you have. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. I will never leave you, nor forsake you. ദൈവമേ, എന്തൊരു ചതിയാ മനുഷ്യൻ ചെയ്തു വെച്ചു. What a great deception is what we have done. മുകളിലത്തെ പാലിക്കുന്നവനെ ആയി കൈവിടുകയില്ലാത്ത. Whoever fulfills the above clause, that applies to the lower section. ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനെയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനെ ആ കൈവിടുകയില്ലെന്ന് പറഞ്ഞേ. One who is doesn't have the love of the money, or one who is content with his life, whatever he has, to that person Jesus promises, I will never leave you nor forsake you. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി They cut it off and removed it. താഴത്തേത് വലുതാക്കി എഴുതി. And whatever is the lower section, they expanded it. എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. There are people who don't believe everything. Those are the ones who are slow of heart. കുറെ വിശ്വസിക്കും. They believe a portion. ഇങ്ങനെ ബൈബിൾ എടുത്ത് നോക്കിയോ, വരയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ചോ കാണാം. So you check your Bible and check those portions which you have underlined. ഇവർക്ക് പ്രയോജനമുള്ള ഭാഗം എല്ലാം വരയിട്ടിട്ടുണ്ട്. Whatever portions they think is beneficial, they underlined it. എന്നാൽ ജീവിതത്തെ തിരുത്തേണ്ട ഭാഗങ്ങളൊന്നും തൊട്ടിട്ടില്ല. But those areas where the life needs to be corrected, those areas are left untouched. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം All that the prophets have spoken. എന്ന് പറഞ്ഞാൽ എന്താ? What does that mean? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതിനകത്ത് വാഗ്ദത്തങ്ങൾ മാത്രമല്ല, കൽപ്പനകളുമുണ്ട്. In the wordings of prophets, there are doctrines, also promises. സമൃദ്ധി മാത്രമല്ല, ദാരിദ്ര്യവുമുണ്ട്. Not only the abundance, but also scarcity. സന്തോഷം മാത്രമല്ല, ദുഃഖവുമുണ്ട്. Not only gladness, but sorrow. ഉണ്ടോ? Is it true? ഉണ്ട്. Yes. കർത്താവിനെ സേവിക്കുമ്പോൾ ഉള്ള സന്തോഷവുമുണ്ട്, കർത്താവിനെ സേവിക്കുന്നതിലുള്ള കഷ്ടതയുമുണ്ട്. When you serve the Lord, there is gladness and also suffering. ഇത് രണ്ടും കൂടെ വിശ്വസിക്കാത്തവരാണ് മന്ദബുദ്ധികൾ. Those people who don't believe both of these, those are classified as people slow of ഏതെങ്കിലും heart. ഒരു സൈഡ് മാത്രം വിശ്വസിക്കുന്നവരാണ് മന്ദബുദ്ധികൾ. Those people who believe only one side, those are the ones slow of heart. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നോ അത് മുഴുവൻ വിശ്വസിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. May God enable us and allow us to believe everything the scripture teaches us. എന്താണ് ഇവര് വിശ്വസിച്ചത്? What is it these people believed? ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അവർ വിശ്വസിച്ചു. They believed in the miracles and wonder workings of Christ Jesus. എന്നാൽ ക്രിസ്തു കഷ്ടം സഹിച്ച് രക്തം ചിന്തി മരിക്കുന്ന കാര്യം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. But they could not accept the sufferings and the crucifixion and death of Christ Jesus. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? Did not the Christ have to suffer these things and then enter into his glory? എന്താണ് അതിന്റെ സന്ദേശം? What is the message that is conveying? ശ്രദ്ധിച്ചു കേൾക്കുക. Let's be attentive. കഷ്ടത്തിലൂടെയാണ് മഹത്വത്തിലേക്കുള്ള വഴി. It is through the suffering the path of great hope is and a great glory is paved up. മനസ്സിലായെങ്കിൽ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. Praise God. മഹത്വത്തിലേക്കുള്ള വഴി കഷ്ടത്തിലൂടെയാണ്. The path to glory is through the sufferings. ക്രിസ്തു പോയ വഴി മാത്രമേ ക്രിസ്ത്യാനിക്കും ഉള്ളൂ. Only the path which Christ Jesus moved forward, and that's the only path we can follow. ക്രിസ്തു കഷ്ടത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് പോയതെങ്കിൽ, if Christ has gone into glory through the sufferings, ക്രിസ്ത്യാനിയും മഹത്വത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കഷ്ടത്തിലൂടെ പോകണം.
If the Christians are hoping to enter into the glory, then they ought to move through the path of suffering. അത് ഏത് കഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. We cannot say what kind of suffering that will be. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അവർക്കൊരു സഫറിങ്സ് ഉണ്ടാവും. Based on each one's circumstances, each one will experience a suffering. മഹത്വത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കഷ്ടതയുടെ ഒരു വഴി ഉണ്ട് നിശ്ചയം. If you are going to the path of glory, then there is sufferings in its way. ഈ സത്യം പലർക്കും അറിഞ്ഞുകൂടാ. Many do not know this truth. ഇതാണ് എമ്മൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാർക്ക്, ഈ ഫാമിലിക്ക് പറ്റിയ പരാജയം. They did not understand this truth. That is the failure for this family. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തെ മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നത്, This is what I would like to explain. ജീവിതത്തിലെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും കർത്താവ് എന്നെ കൈവിട്ടു എന്ന് ചിന്തിച്ചു കളയരുത്. When small issues and problems comes into your life, do not think Christ Jesus have rejected you. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോഴേക്കും തളരരുത്. When the prayers are not answered, don't be discouraged. ഒന്നോ രണ്ടോ വർഷം ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞിട്ടും കാത്തിരുന്നിട്ടും മറുപടി കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടരുത്. In spite of your continued prayers for years and years, and if the prayer is not answered, don't be discouraged. ഇതുകൊണ്ടൊന്നും നമ്മൾ ഇവിടെ തകരുകയില്ല. With all these things, we are not going to be discouraged or distant. ഇതിനപ്പുറത്തേക്ക് നാം കടക്കും. We will move forward. ഈ ഒരു സീസൺ അങ്ങ് കഴിയും. This season of discouragement will move away. കഷ്ടത നിലനിൽക്കുകയില്ല. The period of loss will not stand for long. തിരമാല വന്നിട്ട് തിരിച്ചു പോകും. The waves will come forward and it will go back. കാറ്റ് വന്നിട്ട് തിരിച്ചു പോകും. The storm will come forward and it will go back. പ്രതികൂലങ്ങൾ വന്നിട്ട് തിരിച്ചു പോകും. The trials, tribulations will come your way and will go നമ്മൾ back. നിലനിൽക്കും. But he will stand. നമ്മൾ നിലനിൽക്കും നിശ്ചയം. We will stand, that is for sure. ഈ ഒരു സത്യം കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. This truth Jesus is teaching them. മുൾക്കിരീടം ധരിച്ച് അടികൊണ്ട് മേല് മുഴുവനും പൊളിഞ്ഞ് കുരിശിൽ തൂങ്ങിയ ദൈവപുത്രനാണ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇവരുടെ കൂടെ നടക്കുന്നത്. Very Christ Jesus who was thorned and he was going through that agonizing death. He is the very Jesus now walking along with him. യേശു ഇതിലൂടെ കടന്നു പോയിട്ടാണ് അവരോട് പറയുന്നത്, മഹത്വത്തിലേക്കുള്ള വഴിയിൽ കഷ്ടതയുണ്ട്. After going through the path of suffering, Christ Jesus is telling, to the path of glory there is suffering. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ കഷ്ടത നിന്നെ തകർക്കാനല്ല, അത് നിന്നെ മഹത്വത്തിലേക്ക് നടത്തുവാനാണ്. So believe it strongly that this suffering is not to destroy you, but to lead you to the great glory. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. ഇതിനെക്കുറിച്ചുള്ള ടീച്ചിങ് ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. Let me say what is the teaching behind this. റോമാലേഖനം Book of Romans, 5-ാം അധ്യായം chapter 5. 1, 2, 3, 4 വാക്യങ്ങൾ. Romans chapter 5, verse 1, 2, 3, 4. ശ്രദ്ധിക്കൂ. Pay attention there. അറിഞ്ഞു എന്നൊരു വാക്ക് അവിടെ കാണുന്നു. We can see there is a word knowing. എന്താണ് അറിഞ്ഞത്? What did they know? കഷ്ടതയുടെ ഉദ്ദേശം അറിഞ്ഞു. They learned the purpose of suffering. അങ്ങനെയാണെങ്കിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്താ മാറിയേ? So when you accepted Christ Jesus, what is it that moved away or went away? കഷ്ടത മാറിയില്ല. The sufferings did not go away. കഷ്ടതയെക്കുറിച്ചുള്ള അറിവ് മാറി. The very awareness they had about suffering, that was moved away. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? Did you understand that? കഷ്ടതയെക്കുറിച്ച് നേരത്തെ എൻ്റെ അറിവ് എന്താണെന്നറിയാമോ? They used to have some understanding about suffering before. അതെന്റെ കഷ്ടകാലം, Oh, it's my period of suffering. അതെന്റെ വിധി, It is my fate. അത് മറ്റാരോ ചെയ്തത്, It is because of someone else's fault. ഇതായിരുന്നു എൻ്റെ അറിവ്. That was my understanding. എന്നാൽ ഞാൻ വിശ്വാസി വന്നപ്പോൾ But after having come to the faith, എൻ്റെ അറിവ് മാറി. my knowledge has changed. കഷ്ടത സഹിഷ്ണുതയെയും The suffering produces perseverance, സഹിഷ്ണുത സിദ്ധതയെയും perseverance character, സിദ്ധത പ്രത്യാശയെയും and the character hope. ഉളവാക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. It generates, that is what my new understanding now. അറിഞ്ഞതിനാൽ Because of my new understanding, ഞാനിപ്പോ കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. because of my new understanding, I rejoice in sufferings. അപ്പോൾ എൻ്റെ അറിവ് മാറി, My understanding has changed. എൻ്റെ പ്രതികരണം മാറി. My response also changed. വചനം മനസ്സിലാകുന്നുണ്ടോ? Did you understand? രക്ഷിക്കപ്പെട്ടപ്പോൾ കഷ്ടതയ്ക്ക് എന്തു പറ്റി?
What happened when you accepted Christ Jesus in the face of suffering? കഷ്ടതയെ കുറിച്ചുള്ള അറിവ് മാറി, Your understanding about suffering has changed. കഷ്ടതയോടുള്ള എന്റെ പ്രതികരണം മാറി. Your response to suffering, that also has changed. ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നത് പിറുപിറുക്കുകയല്ല, പ്രത്യുത പ്രശംസിക്കുകയാണ്. Now my response is not grumbling but rejoicing. ഇപ്പോൾ ഞാൻ പ്രാകുകയല്ല, ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Now I am not more cursing but praising God. ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. Even in the face of suffering, I rejoice and praise God. എന്തുകൊണ്ട്? Because of what? ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. Because now I understood the purpose of these sufferings. അപ്പൊ എന്താ മാറ്റം വന്നേ? So what is that changed? കഷ്ടതയെ കുറിച്ചുള്ള എന്റെ അറിവ് മാറി, My understanding regarding sufferings has changed. കഷ്ടതയോടുള്ള എന്റെ പ്രതികരണം മാറി. My response towards suffering, that also has changed. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Raise your hands and praise അപ്പോൾ God. യേശു കൂടെ വരുമ്പോൾ When Christ comes along in your life, എന്താ മാറുന്നേ? what is changing? കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം മാറുന്നു. Our attitude towards suffering, that is what is getting changed. ഇതാണ് അതിന്റെ ശരിയായ പഠിപ്പിക്കൽ. That is the true teaching behind it. അപ്പോൾ കഷ്ടത മാറുകയാണോ മനോഭാവം മാറുകയാണോ ആരോഗ്യകരം? So what is more healthy? Is the suffering moving away or your understanding changing? ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. And think it, ponder it again. കഷ്ടത മാറുകയല്ല, The suffering is not moved away. മനോഭാവം മാറുകയാണ് ആരോഗ്യകരം. It is better for our health that the attitude towards suffering is changed. നിങ്ങൾക്കതിനെ ഫേസ് ചെയ്യാനുള്ള കരുത്ത് ദൈവം തരികയാണ്. God will empower you to face those sufferings. റോമർ 8 വരുമ്പോൾ As we come to Romans chapter 8, പൗലോസ് വെല്ലുവിളിക്കുന്നു. Paul is challenging the people. കഷ്ടതയോ Whatever come on my way, സങ്കടമോ whether it is suffering, ഉപദ്രവമോ even his persecution, നഗ്നതയോ even his nakedness, പട്ടിണിയോ hunger, ആപത്തോ even, വാളോ even his sword, anything that comes on my way, ഇതൊന്നും എന്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. for I am convinced that neither death nor life nor angels nor anything of this life will ever separate me from the life of Christ Jesus. ഹല്ലേലൂയ. Praise the Lord. ഇതാണ് ഈ വിഷയം സംബന്ധിച്ചുള്ള ദൈവവചനത്തിന്റെ പഠിപ്പിക്കൽ. That is the true teaching behind these points. നമ്മുടെ വേദഭാഗത്തിൽ നമുക്ക് തിരികെ വരാം. Let us come back to the scripture portion which we read. ലൂക്കോസ് 24:27 വായിക്കാം. Let us read Luke 24:27. ആമേൻ. നടന്നുകൊണ്ട് യേശു ഒരു ബൈബിൾ ക്ലാസ് എടുത്തു. Walking along, Jesus is giving them a Bible lesson. വെറും 2 പേരെ കേൾക്കാനുള്ളൂ. Only 2 people to listen. മൈക്കില്ല, പ്രസംഗപീഠമില്ല, കസേരയില്ല. നടന്നുകൊണ്ടുള്ള ബൈബിൾ ക്ലാസ്. There is no pulpit, there is no mic. They walk along and he is teaching them. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. The class is based on the scripture portions from the Old Testament. കാരണം ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയിട്ടില്ലല്ലോ. Because New Testament has not been written by that time. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഏത് ഭാഗമാണ് എടുത്തത്? What portion from the Old Testament did he take? ഉൽപ്പത്തി മുതൽ മലാഖി വരെ എടുത്തു. He took from Genesis to Malachi. ക്ലിയർ ആണോ? Is it clear? ഞാൻ വിശദീകരിക്കാം. Let me explain that. മോശ തുടങ്ങി Beginning with Moses, സകല പ്രവാചകന്മാരിൽ നിന്നും, through all the prophets. എന്ന് പറഞ്ഞാൽ So what it means? മോശയുടെ ബുക്കാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. Genesis, Exodus, Leviticus, Numbers, Deuteronomy, those were written by Moses. സകല പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. അപ്പോൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഈശോ മശിഹ ക്ലാസ് എടുത്തു ഈ 11 കിലോമീറ്റർ നടന്നുകൊണ്ട്. So on this journey of 11 kilometers, Jesus took them a class from the Genesis to Malachi. എന്നാ ക്ലാസ്! What a powerful sermon class that would have been. പ്രൈസ് ദി ലോർഡ്. Amen. ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുത്തേ. He taught from the Old Testament. പക്ഷെ മോശയെ കുറിച്ചല്ല പറഞ്ഞു. But he did not talk about Moses. യേശുവിനെ കുറിച്ച്. He talked about Christ Jesus. അബ്രഹാമിനെ കുറിച്ചല്ല പറഞ്ഞു. Not about Abraham, യേശുവിനെ കുറിച്ച്. but about Christ Jesus. ഗോലിയാത്തിനെ കുറിച്ചല്ല പറഞ്ഞു. Not about Goliath, യേശുവിനെ കുറിച്ച്. but about Christ Jesus. ദാവീദിനെ കുറിച്ചല്ല പറഞ്ഞു. Not about David, യേശുവിനെ കുറിച്ച്. but about Christ Jesus. എസ്തേറിനെ കുറിച്ചല്ല പറഞ്ഞത്. Not about Esther, യേശുവിനെ കുറിച്ച്. but about Christ Jesus. ശൗലിനെ കുറിച്ചല്ല Not പറഞ്ഞത്. about Saul, യേശുവിനെ കുറിച്ച്. but about Christ Jesus. ദാവീദിനെ കുറിച്ചല്ല Not പറഞ്ഞത്. about David, ദാവീദ് പുത്രനെ കുറിച്ച്. about the son of David. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രസംഗിക്കേണ്ടെന്നൊരു ഉപദേശം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. There is some kind of teaching these days that Old Testament should not be even taken for അതാത് service. കാലഘട്ടങ്ങളിൽ ഇറങ്ങുന്ന ദുരുപദേശത്തെ ഗണ്ണിക്കേണ്ടതും കൂടെ ഞങ്ങളുടെ ചുമതലയാണല്ലോ. It is the people who are in the ministry, it is their responsibility to cut clearly about the wrong teachings.
ടെലിവിഷനിലും പബ്ലിക് മീറ്റിങ്ങുകളിലും തെറ്റായ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നതിനെ പ്രസംഗിക്കാൻ അവസരമുള്ളിടത്ത് തിരുത്തേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്. It is the responsibility of the true ministers to correct the wrong teaching that comes through televangelists. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രസംഗിക്കേ വേണ്ട, പാടില്ല എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗിയർ ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്, കേരളത്തിലും ഉണ്ട്. There are many evangelists, even in Kerala, they say Old Testament shouldn't be taken for teaching. അത് നിങ്ങൾ വിശ്വസിക്കരുത്. Do not believe that. കാരണം യേശു ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ് പ്രസംഗിച്ചത്. Because Christ Jesus took the portion from the Old Testament. ഒന്നാമത്തെ പ്രീച്ചർ പീറ്റർ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ് The പ്രസംഗിച്ചത്. first preacher Peter, he took section from the Old Testament. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതിയത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ്. Even Paul the apostle, he wrote book of Romans referring to the Old Testament. എബ്രായ ലേഖനം എഴുതിയത് കംപ്ലീറ്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ്. Book of Hebrews is completely based on Old Testament. ഗലാത്യ ലേഖനം എഴുതാൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ് പ്രേരിപ്പിച്ചത്. Even it was for the writing of Galatians, it was the writings of the Old Testament that is prompted for it. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രസംഗിക്കരുത്, വായിക്കരുതെന്ന് പറയുന്നവര് അറിവില്ലാത്തവരാ. Those people who say Old Testament shouldn't be taught, shouldn't be read, those are ignorant. അത് കൾട്ടാണ്. That's a cult group. യേശു കർത്താവ് പഴയ നിയമം ഉദ്ധരിച്ചിരിക്കുന്നു, Jesus Christ has referred to the sections of the Old പല Testament. പ്രാവശ്യം ഉദ്ധരിച്ചിരിക്കുന്നു. He has referred to them many times. പൗലോസ് ചോദിക്കുന്നു, തിരുവെഴുത്ത് എന്തു പറയുന്നു? Paul is asking, what does the scripture say? അത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. He is referring to the Old Testament. സാത്താനോട് യേശു മുഖത്ത് നോക്കി പറഞ്ഞത് പഴയ നിയമമാണ്. When Jesus was challenging Satan, he was referring Testament from the Old. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് വേണ്ട എന്ന് പറയുന്ന പ്രസംഗം എവിടെ കേട്ടാലും ആ പ്രസംഗിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. So if at all, anywhere where you hear people who preach that Old Testament is not necessary, please pray for those preachers. അവർക്ക് സത്യം മനസ്സിലാകാൻ വേണ്ടി. Their eyes need to be opened. എന്നാ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. Let us listen now carefully. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രസംഗിച്ചാലും യേശുവിനെ വേണം ജനത്തിന് കിട്ടാൻ. Even if you are teaching from the Old Testament, you need to bring forth Christ through that message. യോഗം കഴിയുമ്പോൾ ഗോലിയാത്തിനെയും കൊണ്ട് ആളുകൾ പോകരുത്. At the end of the meeting, people should not go back with Goliath. യോഗം കഴിയുമ്പോൾ ദാവീദിന്റെ കൂടെ ഗുഹയിൽ പോയിരിക്കരുത്. At the end of the meeting, people should not go into the cave with David. ഏതോ ഒരു ചർച്ചില് ഗോലിയാത്തിനെ എറിയാൻ എടുത്ത് 5 കല്ലിനെ കുറിച്ച് ഒരു മാസം പ്രസംഗിച്ചെന്നാ കേട്ടത്. Somewhere I heard that someone was preaching almost for 5 months regarding the 5 stones that was used to throw at Goliath. എവിടെയോ വായിച്ചതാ. Somewhere I read. അപ്പോൾ ഓരോ കല്ലിനെ കുറിച്ച് ഓരോ ദിവസം. Regarding each stone, they spent a day. 5 കല്ലുണ്ടല്ലോ. There were 5 stones. അപ്പോൾ 5 ആഴ്ച കഴിഞ്ഞപ്പോൾ പിള്ളേർ ആരാണ്ട് ചെറുപ്പക്കാർ എഴുന്നേറ്റു. After 5 weeks, some of the youngsters, they stood up. അച്ഛാ ഇതുവരെ അവനെ എറിഞ്ഞില്ലേ? Haven't you stoned him yet? ഇനി അത് ഞങ്ങൾക്ക് വിട്ടേരെ. Leave it to us, we'll take care of it. ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കിക്കോളാം. We'll finish him in one day. അങ്ങനെ അത്രയും ദിവസമൊക്കെ ഈ കല്ലിനകത്ത് കിടക്കാതെ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കിലേക്ക് വരണം. So don't ponder on, waste your time on irrelevant matters, but ponder what is written here. ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. There is no harm referring from the Old Testament. പക്ഷെ ജനത്തിന് കിട്ടേണ്ടത് ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല. But the message that people need to receive is not from the Old Testament. കിട്ടേണ്ടത് യേശുവാണ്. But what people need to receive is Christ Jesus. യേശു ഉൽപ്പത്തി മുതൽ മലാഖി വരെ പ്രസംഗിച്ചു. Jesus preached from Genesis to Malachi യേശുവിനെ കുറിച്ച്. regarding Christ Jesus. വേറെ ഒന്നും പറഞ്ഞില്ല. He didn't say anything else. ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് മുഴുവൻ യേശു ഉണ്ടെന്നേ. All along the Old Testament, Christ Jesus is revealed. എല്ലാ ബുക്കിനകത്തും യേശു ഉണ്ട്. In each of those books, Christ Jesus is hidden. എല്ലാ ബുക്കിനകത്തും അറുക്കപ്പെട്ട കുഞ്ഞാടുണ്ട്. The Lamb of God that was slain is revealed in each of those books. അവനെയാണ് നാം പ്രസംഗിക്കേണ്ടത്. It is him that we need to preach. അവനെയാണ് ജനത്തിന് ലഭിക്കേണ്ടത്. It is him that we need to introduce to people around. ഒരു ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ചാലും അവൻ തീരത്തില്ല. Even if you preach for your entire lifespan, it will not be finished. ഒരായുസ് മുഴുവൻ കേട്ടാലും അവൻ തീരുകയില്ല. Even if you preach for your entire lifespan, the message will not be completed. അവൻ അത്ര വലിയവനാണ്. He is so majestic. അവൻ അത്ര ശ്രേഷ്ഠനാണ്. He is so glorious. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. അതെ, ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും നാം പഠിപ്പിക്കണം. എന്നാൽ യേശുവിനെ ജനത്തിന് ലഭിക്കണം. We need to teach Old Testament, we need to teach New Testament, but we need to introduce people to Christ Jesus. നമ്മുടെ മെസ്സേജിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരുന്നു. Let us come to the concluding section of our message. വാക്യം 28 വായിക്കാം. Verse 28. ഈ വേദഭാഗം പഠിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയ മൂന്നാമത്തെ പോർഷനാണിത്. When I was meditating this portion, the doubt that came to my mind, that is the third portion. യേശു ഭാവം കാണിച്ചു. Jesus acted as if he is going forward. ഒരിക്കലും യേശു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത. Jesus shouldn't have never done that kind of act. പോകുകയല്ല, പോകുന്ന പോലെ അഭിനയിച്ചു. He acted as if he is going forward.
നിർബന്ധിച്ച് വിളിച്ചപ്പോൾ തിരിച്ചു വന്നു. When people urged, he came back. അതായത് ചോറുണ്ണാന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുക. When they say, okay, let's have dinner, he'll say no. 2-3 പ്രാവശ്യം നിർബന്ധിക്കുമ്പോൾ എന്നാ കഴിച്ചേക്കാമെന്ന് പറയുക. When you urge again and again, okay, I'll join for supper. ഞാൻ അമേരിക്കയിലോട്ട് ആദ്യമായിട്ട് പോകുന്നപ്പോൾ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ചോറ് വേണമെന്ന് ചോദിച്ചാൽ അന്നേരം വേണമെന്ന് പറഞ്ഞോണം. നമ്മുടെ ഇവിടുത്തെ പോലെ രണ്ടാമത് ചോദിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. One elderly grandfather, he said, when you come to America, if you get an offer for dinner, then immediately agree for it because you won't get a second chance. ഞാൻ ചോദിച്ചു, അപ്പച്ചന് ഇത് എങ്ങനെയാ മനസ്സിലായേ? How did you understand? I asked back. എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു. Because I became a victim of it. ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. When I went for the first time, I was told, okay, let's have dinner. അയ്യോ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. I told, no, not now. അവർ വിളമ്പി കഴിച്ചു. They served and they ate. ഞാൻ അവിടെ ഇരുന്ന് വേഷം എൻ്റെ ഇടപാട് തീർന്നു. I felt so hungry and I was so helpless. അതുകൊണ്ട് എനിക്ക് ഏതായാലും അബദ്ധം പറ്റിയില്ല. So I did not fall to that thought. യേശു പോകുന്ന ഭാവം കാണിച്ചു. Jesus acted as if he's moving forward. ഇവർ വിളിച്ചപ്പോൾ തിരിച്ചു വന്നു. When they urged him, he stayed back. എന്താ ഇതിനകത്ത് കർത്താവ് ഇങ്ങനെ ചെയ്യാൻ കാര്യം? What is the reason behind Jesus acting like this? ഞാൻ ഒരു ബുക്കും വായിച്ചില്ല. I did not read any books. ഞാൻ ഇത് ദൈവത്തോടൊന്ന് ചോദിച്ചു. I asked God, what is the meaning behind? കർത്താവേ അങ്ങ് അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ. Lord, the way you did, it's not right. പോകുന്ന പോലെ കാണിച്ച അതൊരു മോശമല്ലേ? You acted as if you are going forward. Is that right? കർത്താവിൻ്റെ അന്തരാത്മാവിൽ പറഞ്ഞു, Jesus told to my inner being, നിന്റെ ജീവിതത്തിൽ ചില സമയത്ത് ഞാൻ നിന്നെ വിട്ടുപോയ പോലെ നിനക്ക് തോന്നിയിട്ടില്ലേ? aren't there incidents in your life, certain incidents where you felt as if I have left you? നീ കരഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടില്ലേ? When you cried bitterly, didn't I come back? ഓ എനിക്ക് വലിയ പ്രകാശം ലഭിച്ചു. Immediately I was so illuminated. നമ്മുടെ ജീവിതത്തോടുള്ളൊരു മെസ്സേജാണത്. That is a message to each one of our lives. ചില സമയത്ത് അവൻ നമ്മെ വിട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നും. There are times we feel he is rejecting and he is going away from us. പക്ഷേ നാം നിർബന്ധിക്കുമ്പോൾ, നാം നിലവിളിക്കുമ്പോൾ അവൻ തിരിച്ചു വരും. But when we urge and when we insist, he come back to us. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. എത്രയോ പ്രാവശ്യം കർത്താവേ നീ എന്നെ വിട്ടുപോയോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ലേ? How many times haven't we asked, oh Lord, why have you forsaken me? കർത്താവേ നീ എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചിട്ടില്ലേ? Haven't you asked, Lord, why did you forget me? അവൻ മറക്കുകയില്ല. He will not forget you. അവൻ കൈവിടുകയില്ല. He will never leave you. അവൻ തിരിച്ചു വരും. He will come back. അവൻ തിരിച്ചു വരും. He will come back. അവൻ തിരിച്ചു വരും. He will come back. സ്തോത്രം. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? Why did he do that way? അങ്ങനെ ചെയ്യുന്നത് സ്നേഹം വർദ്ധിപ്പിക്കാനാ. That is to increase the love relationship. അങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു സസ്പെൻസ് ആണ്. To bring a suspense in life, that is why he did it. നിങ്ങൾ നിങ്ങളുടെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ When you deal with your young children whom you love so much, ടേബിളിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് suppose you put them on stand on the table. ഇങ്ങനെ വീഴുന്ന പോലെ കാണിക്കുകയല്ലേ? If you just shake them violently, they will be scared. തള്ളിയിടാനാണോ? Is that to bring them down? കൊച്ചിന് അന്നേരം സ്നേഹം കൂടുകയല്ലേ? Then the child will be so happy. സ്നേഹം കൂട്ടുന്ന നിമിഷങ്ങളാണത്. Those were the times when the love will be. സ്നേഹം കൂട്ടുന്ന നിമിഷങ്ങളാണത്. Those were the times when the love will be. കർത്താവ് നമ്മളെ കൈവിടുന്ന പോലെ തോന്നുന്ന ആ ദിവസങ്ങളിലായിരിക്കും അവന്റെ സ്നേഹത്തിന്റെ സ്പർശനം ഏറ്റവും അധികം നാം അനുഭവിക്കുന്നത്. Those incidents when you experience he is moving away from you, he is casting his presence from you. Those were the times when you will really enjoy his presence. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു പഴയ നിയമഭാഗം കൂടെ വായിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കും. Let me take an Old Testament portion which refer to this meaning, and with that I will conclude. ആവർത്തനം 32:11 പെട്ടെന്ന് വായിക്കാം. Deuteronomy 32:11. Book of Deuteronomy 32:11. ഒന്നുകൂടെ വായിച്ചോ. കഴുകൻ ചെയ്യുന്ന 3 കാര്യം ആ വേദഭാഗത്ത് കാണാം. There are mentioned 3 acts which an eagle does. ഒന്ന് കൂടനക്കുന്നു. He stirs the nest. 2 കുഞ്ഞുങ്ങളുടെ മുകളിൽ പറക്കുന്നു. He hovers over the young. 3 കുഞ്ഞുങ്ങളുടെ താഴെ വന്ന് അതിനെ ചിറകിലെടുക്കുന്നു. Then he spreads its wing and casts them up from underneath. ശ്രദ്ധിച്ചായിരുന്നോ? Did you pay attention? നമ്പർ 1 കൂട് പിടിച്ച് ഇങ്ങനെ കുലുക്കുക. First one, he stirs up the nest. ഉടനെ എന്ത് സംഭവിക്കും? You know what happens then? കുഞ്ഞ് താഴെ പോകും. All the young ones will fall down. താഴെ പോകുമ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യും? Then what the young ones will do? തന്നെത്താനെ പറക്കാൻ ശ്രമിക്കും. They will try to fly around. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. That is, they are doing it for the first time. ഇന്ന് വരെ പറന്നിട്ടില്ല. They have never flown before. ഇതൊക്കെ ശരിയാണെങ്കിലും
though it's all true, മരണപ്രാളത്തിന്റെ സമയത്ത് കയ്യും കാലൂട്ട് അടിക്കും. because of fear of death, they'll start flapping the wings. അപ്പോഴാ ചിറകുണ്ടെന്നുള്ള കാര്യം ഈ പുള്ളി അറിയുന്നത്. That is the time they become aware that they have wings. പറക്കാൻ കഴിയുമെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. That is the time they come to the understanding they can fly. എന്നാലും ആദ്യമായിട്ടല്ലേ, But it's the first time. കുറച്ചു നേരം കഴിയുമ്പോൾ കുഴയും. After a while, they become tired. അപ്പൊ ഈ പറക്കാൻ പഠിക്കുന്ന സമയത്ത് Those are the times they are really training. കൂടാനൊക്കെ പുള്ളി നേരെ മോളിൽ നിൽപ്പുണ്ട്, The mother will be flying right above them, ഹെലികോപ്റ്ററെ പോലെ. just like a helicopter. കുഴയുന്നു കാണുമ്പോ When the mother realizes that the young ones are really about to fall down, താഴേക്ക് വരും. she will immediately come down. The young ones will land right upon the mother. കൈവിടുകയില്ല അവനല്ലലിൽ വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. കേട്ടിട്ടുണ്ടോ പാട്ട്? Have you heard that song before? കൈവിടുകയില്ല അവനല്ലലിൽ വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. ചേർന്ന് പാടാം. കൈവിടുകയില്ല അവനല്ലലിൽ വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. കരങ്ങളടിച്ച് ചേർന്ന് പാടാം. പഠിക്കാൻ ഒരു വിഷമവുമില്ല. കൈവിടുകയില്ല അവനല്ലലിൽ വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. 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 ഈ വിധ സ്നേഹിതൻ പാരിലാർ, ഈ വിധ സ്നേഹിതൻ പാരിലാർ വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ. ഈ വിധ സ്നേഹിതൻ പാരിലാർ, ഈ വിധ സ്നേഹിതൻ പാരിലാർ വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തോനെന്നെ തൻ ചോരയാൽ. എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ, എൻ പ്രിയൻ, ഓ നല്ലവൻ. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കൈവിടുകയില്ല അവൻ, അഥവാ വീഴുകയാണെങ്കിൽ അവന്റെ കയ്യിലായിരിക്കും വീഴുന്നത്. He will never leave you, and if at all you fall down, you will be falling right into his hands. കഴുകൻ കൂടനക്കുന്നു, The eagle stirs up the nest. കുഞ്ഞുങ്ങളുടെ മോളിൽ പറക്കുന്നു, Who was right above the young ones? ചിറകിലെടുക്കുന്നു. Immediately he comes down and carries them. അപ്പോൾ ഒരു ചോദ്യം, Then there's one question. എന്തിനാ കൂടാനക്കുന്നത്? Why is he stirring up the nest? വളരെ ബലവത്തായ കൂടാണ് കഴുകൻ ഉണ്ടാക്കുന്നത്. The eagle really builds a very strong nest. അതിന്റെ പുറം മുഴുവനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകളാണ്. It uses strong sticks to build the nest. അകത്തെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള And സാധനങ്ങളാണ്. inside it will be laid with soft. എന്നിട്ട് അതിനകത്ത് മുട്ടയിടും. And inside that he lays the egg. കുഞ്ഞു വിരിയും. The young ones will hatch. ആരംഭ ദിവസങ്ങൾ ഭയങ്കര സന്തോഷമാണ്. Initially they will be very happy. കുഞ്ഞിങ്ങനെ ഇരുന്ന് വാ തുറക്കും. They open up the mouth. അമ്മ നല്ല ഫുഡ് കൊണ്ട് കൊടുക്കും. The mother will feed them. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവനെന്നും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. The young ones will say, how wonderful is my mom. She feeds me, takes care of me. എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്ന് പാടിക്കൊണ്ടിരിക്കും. They will say, my God is grateful. അങ്ങനെയാ നല്ല കാലത്തിനിടയിലാണ് ഈ കുലുക്ക്. In the time of that good life, that is when the stirring happens. നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കും ഈ കുലുക്കുന്ന ആളെ. In our language, if we say the mother is casting the nest in Jesus' name. കാരണം നല്ല പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആരാ ഈ കുലുക്കുന്നേ?
So while singing beautiful song, who is the one shaking behind? അമ്മ പറയാ ശാസിക്കേണ്ട, ഞാൻ തന്നെയാ വിളിക്കുന്നത്. The young mother is saying, don't cast, but it's me who is shaking you. ദൈവം അനുവദിച്ചിട്ട് വരുന്ന ചില പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. With God's permission, there are sufferings that comes in your life. എന്തിനാത്? What is the purpose behind it? സ്തോത്രം. ഈ കുഞ്ഞിനെ തിരിച്ച് ചിറകിലെടുത്ത് മോളിക്കൊണ്ടിരും. The mother will come back, carry the young ones and put them back into the nest. അപ്പോൾ കുഞ്ഞ് ചോദിക്കും, അമ്മ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. The young ones will say, Mom, let me ask you one doubt. നമ്മൾ ഈ കൂട്ടിനകത്ത് ഇരിക്കുകയും അമ്മ ഭക്ഷണം കൊണ്ട് തരികയും ഞങ്ങൾ നന്ദി പറയുകയും ആരാധിക്കുകയും സ്വത്രാഴ്ച ഇടുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സമയം എത്ര നല്ലതായിരുന്നു. How wonderful was the time you were bringing food and we were happy and praising and offering. Everything was going good. How wonderful was that time? വാസ്തവത്തിൽ ഈ കൂട് കുലുക്കിയത് ആരാ? In reality, who really stood up the nest? പിശാചാണോ? Was it Satan? അല്ല മോനെ, അല്ല. It is definitely not Satan. ഞാൻ തന്നെ. It's the mother. എന്തിനാ അത് ചെയ്തേ? Why did she do that? നിന്നെ പറക്കാൻ പഠിപ്പിക്കാൻ. So that you may learn flying. നീ ഇരക്കാൻ വേണ്ടി ജനിച്ചതല്ല. You were not born to beg. നീ പറക്കാൻ ജനിച്ച. You were born to fly. നീ ഇരക്കാൻ ജനിച്ചതല്ല. You were not born to beg. നീ പറക്കാൻ ജനിച്ചു. You were born to fly. നീ ഇങ്ങനെ വാ തുറന്ന് തരണേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ആളല്ല. You are not a person who open your mouth and begging, give me, give me, give me. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളുടെയും മുകളിൽ ചിറകടിച്ച് പറക്കേണ്ട ജീവിയാണ് നീ. You are created to fly all above all the creations. നീ പറക്കണമെന്ന് എൻ്റെ ആഗ്രഹം കൊണ്ടാ ഞാൻ നിന്നെ തള്ളിയിട്ടത്. It is my desire that you fly way high. That is why I set up the nest. അങ്ങനെ തള്ളിയിട്ടോണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ പറക്കാൻ പഠിച്ചേ. Because of my stirring and my pulling you down, that is why you learned this much. അങ്ങനെ തള്ളിയിട്ടില്ലായിരുന്നു ഇവിടെ എത്തുവോ? If he has not done that, would you have been ever this അവൻ place? നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര ശക്തമായി പഠിപ്പിച്ചു പറക്കാൻ. How wonderfully he has taught you in the past. Thank God for that. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Raise the hands and praise God. അവൻ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാ എങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നത്. It is his desire that he may teach you. That is why he is leading you these sufferings. അങ്ങനെ പറക്കാൻ പഠിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. So we have a master who teaches us in that way. അതാണ് അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു എന്നതിനകത്തെ മെസ്സേജ്. So that is the hidden message within that when he acted as if he is going forward. ഹല്ലേലൂയ. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചിട്ടുണ്ട്. In every saint's life, there were incidents and occurrences where Jesus acted as if he is going forward. യേശു അവരെ കടന്നു പോകുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. Jesus walked as if he has not seen or just moved along. എന്നാൽ അവർ നിർബന്ധിച്ചപ്പോൾ അവൻ തിരിച്ചു വന്നിട്ടുമുണ്ട്. When they insisted, he had come back. മെസ്സേജ് തീർന്നു. The message is over. വീട്ടിൽ വന്നിട്ട് എന്താ സംഭവിച്ചേ? You know what happened when they come back to the house? അപ്പം നുറുക്കി. They broke the bread. അപ്പം നുറുക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? When they broke the bread, what happened? വാക്യം 31. Verse 31. അവരുടെ കണ്ണു തുറന്നു. Their eyes were opened. അവർ അവനെ അറിഞ്ഞു. They knew him. നമ്മുടെ കണ്ണിന് രാത്രി തുറക്കണം. May our eyes be opened this evening. നാം അവനെ അറിയേണ്ടതുപോലെ അറിയണം. We need to recognize him as we ought to. എങ്ങനെയാ കണ്ണു തുറക്കുന്നേ? How our eyes need to be opened? വചനമകത്ത് വരുമ്പോൾ. When the word of God penetrates, that is when the eyes gets opened. നമുക്കിവിടെ വായിക്കുമെന്ന് തോന്നും അപ്പം കൊടുത്തപ്പോഴാണ് കണ്ണു തുറന്നതെന്ന്. When you read it, you may think their eyes got opened when he broke the bread. എന്നാൽ അവർ സാക്ഷി പറഞ്ഞത് അപ്പത്തെക്കുറിച്ചാണോ? താഴെ വായിച്ചു നോക്കി. But did they testify about the bread? വാക്യം 32. Verse 32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? Verse 32, they asked each other, were not our hearts burning within us while he talked with us on the road and opened the scriptures and explained it to us? അപ്പോൾ അവരുടെ അകത്ത് കത്താൻ തുടങ്ങിയത് വചനമാണ്. It is the word of God that really penetrated and started burning within them. അകത്ത് വചനം കത്തിയാലേ അകത്തെ കണ്ണ് തുറക്കുള്ളൂ. Only if the word penetrates and starts burning, then only the inner eyes will be opened. അകത്തെ കണ്ണ് തുറന്നാലേ യേശുവിനെ കാണാൻ പറ്റുകയുള്ളൂ. Only if the inner eyes were opened, then only one could recognize Christ Jesus. പുറത്തെ കണ്ണുകൊണ്ടല്ല അവനെ കാണുന്നത്. Not with the outward eyes should you see him. അകം കണ്ണുകൊണ്ട് അവനെ കാണണം. With your inner eyes you should be able to see him. ഏറ്റവും അത്ഭുതകരമായ ഭാഗം ഏതാണെന്നറിയാമോ? You know what's the most wonderful section? ആ നാഴികയിൽ തന്നെ അവർ തിരിച്ചുപോയി.
Immediately they went back. അത് എന്തൊരു ആരോഗ്യമാ, What powerfully and energetically. അതെന്തൊരു വിഷനാ, What a great vision they had. അതെന്തൊരു ധൈര്യമാ, What boldness they demonstrated. അതെന്തൊരു ചേഞ്ചാ. What a transformation they displayed. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഭാഗം വായിച്ചിട്ട്? What do you think about that section? 11 കിലോമീറ്റർ നടന്ന് വന്ന ഇവർക്ക് അപ്പൊ തന്നെ തിരിച്ചു പോകാനുള്ള ബലം എവിടുന്ന് കിട്ടി? Where did they get so much strength to return back even after journeying for 11 kilometers? വചനത്തിന്റെ ബലമാ. That's the power of the word of God. വചനം അകത്ത് കത്തിയാൽ അവന് ബലം ഉണ്ടാവും. If the word of God penetrates and it starts burning, it will give the power. ഹല്ലേലൂയ! Praise the Lord. തിരിച്ചുപോയി. They returned. എന്തിനാ തിരിച്ചു പോണേ? Why did they go back? എന്തിനാ തിരിച്ചു പോണേ? Why are they returning? അവിടെയാ അതിന്റെ മർമ്മം. There is a mystery. യേശു ഉയർത്തു എന്ന് അനേകരോട് പറയാൻ. They went back to tell everyone that Christ has risen. യേശു ഉയർത്തു എന്ന് അനേകരോട് പറയാൻ. To testify to many others Christ is resurrected. ആയിരങ്ങളോട് പറയാൻ. To tell to thousands. സംശയിച്ചിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ആയിരങ്ങൾ ഈ ലോകത്തുണ്ട്. There are thousands who are discouraged and disappointed in this world. ഉയർത്തെഴുന്നേറ്റ രക്ഷകനെ പരിചയമില്ലാത്ത 10,000 നിങ്ങളുടെ ദേശത്തുണ്ട്. There are around you, there are thousands who have not understood the risen Christ. ജീവനുള്ള ഒരു രക്ഷകനെ കാണാത്ത ആയിരങ്ങൾ ഈ ദേശത്തുണ്ട്. There are thousands living in this neighborhood who have not risen the risen Christ. വടക്കേ ഇന്ത്യയിൽ ഒരു പാസ്റ്റേഴ്സ് സെമിനാറിന് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സുവിശേഷകൻ ട്രെയിനിൽ വെച്ച് ഒരു ഹൈന്ദവ സ്നേഹിതനെ പരിചയപ്പെട്ടു. One time, a pastor who was ministering in the northern part of India, as he was returning in the train, he met a North Indian person. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തിട്ട് വരികയാണ്. He was going for a government office affair and he was returning. അവർ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞു. As these two were conversing, സുവിശേഷകനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു? the other man asked the evangelist, what are you doing? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. The man said, I am an evangelist. മറ്റേയാൾ പറഞ്ഞു, ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ്. The other person said, I am an officer in the agriculture department. അദ്ദേഹം ചോദിച്ചു, ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? What is meant by evangelist? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവാഞ്ചലിസം എന്താന്ന് പറയാതെ ഇവാഞ്ചലിസ്റ്റ് എന്താന്ന് പറയാൻ ഒക്കുകയില്ല. Without saying what is evangelism, I cannot say who is an evangelist. അപ്പൊ സുവിശേഷം പറയേണ്ടി വന്നു. Then he had to share the message. വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം വിവരിച്ചു. He explained very clearly the crucifying death of Christ Jesus. ഉടനെ ആ മനുഷ്യൻ ഇരുന്ന ഇരിപ്പിൽ നിന്ന് താടിക്ക് കൈ കൊടുത്തു. The man became so sad and saddened, he put his hands to his face. ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. I should have known you long ago. എൻ്റെ ഭാര്യ ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. My wife, she called upon all the gods she is familiar with. എല്ലാ പുണ്യസ്ഥലങ്ങളും പോയി. She went to all prominent places. ഒരുപാട് പൈസ ചെലവാക്കി. She spent a lot of money. പക്ഷേ അവൾക്ക് കുറ്റബോധം മാറിയില്ല. The feeling of guilt has not gone away. അവൾക്ക് മോക്ഷം കിട്ടിയെന്ന് ഉറപ്പില്ല. She has not confirmation or consolation that she received കഴിഞ്ഞ peace. വർഷം അവൾ രോഗിയായി മരിച്ചുപോയി. Last year she became sick and she died. ഇത്ര വ്യക്തമായി പാപമോചനം കൊടുക്കുന്ന ഒരു മാർഗമുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. Oh, it was so sad that I never knew that there is such an easy, clear way which will give healing and for the forgiveness of sin. യേശുവിനെ അറിഞ്ഞ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്നാണെന്നറിയാമോ? Do you know what is the responsibility of each one of those who have known Christ Jesus? ഉടനെ തിരിച്ചു പോവുക. Immediately go back. വീട്ടിലിരിക്കുകയല്ല. Don't stay at home. ആ നാഴികയിൽ തന്നെ അവർ തിരിച്ചുപോയി. In the very hour they return back. യേശു ഉയർത്തു എന്നറിയിക്കാൻ. To proclaim the news that യേശു ഉയർത്തു എന്നറിയിക്കുവാൻ. To proclaim the news that Christ is ഇന്ന് resurrected. രാത്രി ഈ കൺവെൻഷന് വന്ന സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters who have come to this convention, ഈ മെസ്സേജിനെ 2 വാക്കിൽ ഞാൻ ഒതുക്കുന്നു. let me conclude it in 2 words. ഒന്ന്, യേശുവിനെ അറിയുക. First, recognize him. 2, യേശുവിനെ അറിയിക്കുക. Second, tell him to others. കണ്ണുകളടയ്ക്കാം. Let's close our eyes. യേശുവിനെ അറിയുക, യേശുവിനെ അറിയിക്കുക. First is recognize Christ and tell about Christ to others. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Let's stand in his presence. കൊയർ മുന്നോട്ട് വരാം. കൊയർ വേഗത്തിൽ